നമസ്കാരം. കാർഗയെ ജന്മദിനാശംസ അറിയിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ എംപിമാർക്ക് കിട്ടിയത് കേക്കും പായസവുമല്ല, നേരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ചിന്റെ സർപ്രൈസ് പാക്കേജാണ്. കേക്ക് മുറിക്കാൻ എത്തിയവർ പിന്നീട് പോലീസ് വാനിൽ കയറുമെന്ന് പലർക്കും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്നാൽ ഈ ബർത്ത്ഡേ പാർട്ടിയിൽ നിന്ന് കൃത്യസമയത്ത് മാറി നിന്ന ശശി തരൂരിന്റെ രാഷ്ട്രീയ ടൈമിംഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. കോൺഗ്രസ് എംപിമാരുടെ സ്വഭാവം മറ്റാരേക്കാളും നന്നായി അറിയുക സ്വന്തം പാർട്ടി നേതാവ് രാഹുലിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം നടത്താനാണ് തങ്ങളെ രാഹുൽ വിളിപ്പിക്കുന്നതെന്ന് ഒപ്പമുണ്ടായിരുന്ന 25ഓളം കോൺഗ്രസ് എംപിമാരും അറിഞ്ഞില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ജന്മദിന ആഘോഷത്തിനായി അദ്ദേഹത്തിന്റെ വസതിയായ 10 രാജാജി മാർഗിൽ എത്തണമെന്നായിരുന്നു രാഹുൽ എംപിമാരെ വാട്സപ്പ് സന്ദേശത്തിൽ അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് ഏകദേശം 500 മീറ്റർ അകലെയാണ് ഖാർഗെയുടെ വസതി. എംപിമാരെത്തി ഖാർഗെയ്ക്ക് ആശംസ നേർന്നതിന് പിന്നാലെ നാം മാർച്ച് ചെയ്യുകയാണെന്ന് രാഹുൽ പ്രഖ്യാപിച്ചത്. ഇതോടെ രാഹുൽ കുടുക്കിയതാണെന്ന് എംപിമാർക്കും മനസ്സിലായി. ഇതിൽ ശശി തരൂർ ഇല്ലായിരുന്നു എന്നതാണ് രസകരം. കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ജയിലിലായി കഴിഞ്ഞാണ് തരൂര് ഇവരെ കാണാൻ ജയിലിലെത്തിയത്. താനൊരു യോഗത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നുവെന്നൊക്കെ തരൂർ പറഞ്ഞെങ്കിലും രാഹുലിനെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ തരൂർ അതിവിദഗ്ധമായി ഒഴിഞ്ഞതാകാമെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തുന്നതിനായി ദില്ലി പോലീസ് നിയമോപദേശം തേടും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ നിലവിൽ അനധികൃതമായി സംഘം ചേർന്നതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം കോണാട്ട് പ്ലേസിൽ വെച്ച് ദ്രുതകർമ്മസേനയെ ആക്രമിച്ച കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഇതുവരെ ആകെ 10 കേസുകളാണ് ദില്ലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇന്നലെ രാത്രി 9:30 വിട്ടയച്ചിരുന്നു. സമരത്തിനിടെ അനുനയ നീക്കവുമായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമരവേദിയിലെത്തി രാഹുലുമായി അരമണിക്കൂറോളം ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. തുടർന്ന് മന്ത്രി തിരികെ പോയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് നടപടി ഉണ്ടായത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് പ്രതിഷേധം നടത്തിയതിൽ അമർഷം അറിയിച്ച് ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് തനിച്ച് സമരം നടത്തിയത് ശരിയായില്ലെന്ന് ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടി. പെട്ടെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സമരം നടത്തിയതെന്നും ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്നും രാഹുൽ ഗാന്ധി ഘടകകക്ഷി നേതാക്കളെ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലാണ് കോൺഗ്രസ് ഇതര പാർട്ടികൾ തങ്ങളുടെ ഈ അമർഷം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും ചേർന്ന് പ്രതിഷേധം ഒന്നിച്ചു നടത്താനായിരുന്നു ഇന്നലെ നിശ്ചയിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് ശേഷം സ്ഥലത്തെത്താൻ പാർട്ടികൾ എംപിമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിഷേധം റദ്ദാക്കിയതായി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു. അതിനുശേഷം കോൺഗ്രസ് തനിയെ പ്രതിഷേധം നടത്തുകയായിരുന്നുവെന്ന് ഘടകകക്ഷി നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. CPI, സമാജ്വാദ് പാർട്ടി, RSP, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളാണ് കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമരം പോലീസ് ഒഴിപ്പിക്കുമെന്ന നില വന്നതോടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഘടകകക്ഷി നേതാക്കളെ വിളിച്ചതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. ഇനി ഇത്തരത്തിലുള്ള സമരം നടത്തുമ്പോൾ ഘടകകക്ഷികളെ അറിയിക്കുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിരിക്കുകയാണ്. ദില്ലിയിൽ പാറ്റകൾക്കെതിരായ പോലീസ് നടപടിയെ ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. രൂക്ഷ വിമർശനമാണ് ഇത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉന്നയിച്ചിരിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ബെഞ്ചിന് താൽപര്യമില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അക്രമികൾക്കെതിരെയുള്ള പോലീസ് നടപടിയുടെ വീഡിയോകൾ ഉണ്ടെന്ന് അഭിഭാഷകൻ വീണ്ടും പരാമർശിക്കുകയും വീഡിയോ തെളിവുകൾ കാണണമെന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സമയം പാഴാക്കരുത്, ഞങ്ങൾക്ക് വീഡിയോകളൊന്നും കാണാൻ താൽപര്യമില്ല എന്ന് ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നടക്കുന്ന സമരം കേന്ദ്ര സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്തോറും കൂടുതൽ ജനപിന്തുണ ആർജിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്. എന്താല്ലേ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായിട്ടും പിണറായി വിജയൻ പറഞ്ഞു. CJP പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരംഭിച്ച സമരത്തിന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ആദ്യം മുതൽ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും എംപിമാരും സമരത്തിന്റെ ഭാഗമായി. CPM ജനറൽ സെക്രട്ടറിയും കേന്ദ്ര നേതാക്കളും എംപിമാരും പോലീസ് അതിക്രമത്തിനെ ചെറുത്ത് സംരക്ഷണ വലയം തന്നെ തീർത്തിരുന്നു. പോലീസിനൊപ്പം ലാത്തിയുമായി ഗുണ്ടാസംഘവും സമരക്കാരെ ആക്രമിക്കുന്നതായി വാർത്തകൾ പുറത്തുവരികയാണെന്നും പിണറായി വിജയൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിനിടെ പ്രതിഷേധക്കാർക്കെതിരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചുവെന്ന ആരോപണം ദില്ലി പോലീസ് നിഷേധിച്ചിരിക്കുകയാണ്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളോ ഉള്ളടക്കമോ പങ്കിടരുതെന്ന് ദില്ലി പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പാർലമെന്റ് മാർച്ചിനിടെ പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചുവെന്ന CJPയുടെ ആരോപണം ദില്ലി പോലീസ് ചൊവ്വാഴ്ച പൂർണ്ണമായും തള്ളി.
സമാധാനപരമായ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് പെല്ലറ്റ് തോക്ക് പ്രയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ജനതാ പാർട്ടി വക്താവ് സൗരവ് ദാസ് ചൊവ്വാഴ്ച എക്സിൽ ഒരു വീഡിയോ പങ്കിട്ടത്. പെല്ലറ്റ് തോക്കുകൊണ്ടാണെന്ന് തോന്നിക്കുന്ന മുഖത്ത് പാടുകളുള്ള ഒരാളെ കാണിക്കുന്ന ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൻസദ് ചലോ പ്രതിഷേധത്തിന്റെ പേരിൽ തലസ്ഥാനത്ത് നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദില്ലി പോലീസും അന്വേഷണ ഏജൻസികളും. സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചില വാട്സപ്പ് ഗ്രൂപ്പ് ചാറ്റുകളും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ജൂലൈ 20 പ്രതിഷേധം സമാധാനപരവും ജനാധിപത്യപരവുമായ രീതിയിൽ നടത്താനായിരുന്നില്ല ആസൂത്രണം, മറിച്ച് അതിന്റെ പിന്നിലെ തയ്യാറെടുപ്പുകൾ വളരെ സംശയാസ്പദമായിരുന്നു എന്നാണ് ഈ ചാറ്റുകൾ സൂചിപ്പിക്കുന്നത്. JNU പാർലമെന്റ് ചലോ കോർഡിനേഷൻ, പാർലമെന്റ് ചലോ ജൂലൈ 20 എന്നീ പേരുകളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ ചാറ്റുകളാണ് പുറത്തു വന്നത്. സന്ദേശങ്ങൾ ഒന്നിൽ പറയുന്നത് ഭായ് ആരെങ്കിലും മരിച്ചാൽ അത് സർക്കാരിനു മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും എന്നായിരുന്നു. പ്രകടനത്തിനിടെ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനും ജീവഹാനിയും സ്വത്തുക്കൾക്കും അടക്കം നാശനഷ്ടങ്ങൾ വരുത്താനും രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കാനും പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു എന്നതിന്റെ തെളിവാണ് ഇത്. നിങ്ങൾ നിങ്ങളുടെ ജീവൻ നൽകാൻ തയ്യാറാണെങ്കിൽ കുറഞ്ഞത് നിങ്ങളുടെ ദയ വരും തലമുറകളെങ്കിലും ഓർമ്മിക്കപ്പെടും. ആ പ്രതിഷേധത്തിൽ എന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു, നിങ്ങളെയും ഓർക്കും. ഇത്രയധികം ആളുകൾ ജീവൻ നൽകാൻ തയ്യാറാണെന്ന് അറിയുന്നത് സന്തോഷകരമാണ് എന്നാണ് മറ്റൊരു സന്ദേശം. റെഡ് സല്യൂട്ട്, നാളെ മോദി സർക്കാരിന്റെ അവസാന ദിവസമായിരിക്കും എന്നാണ് മറ്റൊരു ചാറ്റ്. പ്രതിഷേധങ്ങൾ വളരെ സാങ്കേതിക തലത്തിലാണ് ആസൂത്രണം ചെയ്തിരുന്നതെന്ന് ചാറ്റുകൾ വെളിപ്പെടുത്തുന്നു. അക്രമമോ അസ്വസ്ഥതയോ ഉണ്ടായാൽ പോലീസിന് ഇന്റർനെറ്റ് നിർത്തലാക്കാനോ സിഗ്നൽ ജാമറുകൾ സ്ഥാപിക്കാനോ കഴിയുമെന്ന് സംഘാടകർക്ക് അറിയാമായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട് ബ്ലൂടൂത്തിലും ഓഫ്ലൈൻ സാങ്കേതിക വിദ്യയിലും പ്രവർത്തിക്കുന്ന മെസഞ്ചർ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഗ്രൂപ്പിലെ അംഗങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു. കാർഗെയുടെ ജന്മദിനാഘോഷത്തിൽ തുടങ്ങി ദില്ലി പോലീസിന്റെ കേസുകളിലും സുപ്രീം കോടതിയുടെ വിമർശനങ്ങളിലും എത്തി നിൽക്കുന്ന ഈ സംഭവങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ പേരിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നീങ്ങിയതിൽ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ പോലും അതൃപ്തി പ്രകടിപ്പിച്ചതോടെ പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ശക്തമായിരിക്കുകയാണ്. അതേസമയം പ്രതിഷേധത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന് സൂചന നൽകുന്ന വാട്സ്ആപ്പ് ചാറ്റുകളും പുറത്തു വന്നതോടെ സംഭവത്തിന്റെ രാഷ്ട്രീയ മാനങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ജന്മദിനാശംസ അറിയിക്കാനെത്തിയ MPമാർക്കൊടുവിൽ ലഭിച്ചത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് പാർട്ടിയായിരുന്നു. അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു എന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുമെല്ലാം സജീവമാകുന്നത്. അതിനിടെ യോഗമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ അവസാന നിമിഷം വിട്ടുനിന്ന ശശി തരൂരിന്റെ തീരുമാനം വെറും യാദൃശ്ചികതയാണോ എന്ന ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.